ഹായ് ഹലോ. രാവിലെ എഴുന്നേറ്റ പാടുക്കാണ്. അതാണ് ഈ അവിഞ്ഞ കോലത്തിൽ. അപ്പോൾ കയ്യിൻ്റെ അപ്ഡേഷൻ ഒന്ന് തന്നേക്കാമെന്ന് കരുതി. ഒരു മാറ്റമില്ല ഗായ്സ്. ഇന്നലെ അവർ റിയാക്ഷന് തിരിച്ച് എന്തോ ഒരു ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ചൊറിച്ചിലിന് ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, മരുന്ന് വെച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. യാതൊരു മാറ്റങ്ങളും ഇല്ല. അപ്പോൾ ഞാനിതിൻ്റെ അപ്ഡേഷൻ ഇങ്ങനെ തരുന്നതെന്നറിയോ? ഞാൻ പറഞ്ഞല്ലോ, മരുന്നിൻ്റെ റിയാക്ഷൻ കൊണ്ട് തട്ടിപ്പോകുന്ന ആൾക്കാരുണ്ട്. ഇവൻ ഞാൻ തട്ടിപ്പോയാൽ നിങ്ങളോടൊക്കെ കാര്യം പറയാതെ ഞാൻ പോയി എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു പരാതി ഉണ്ടാവും. ആ പരാതി അങ്ങ് തീർത്തേക്കാണ്. അപ്പം സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ അവിടുത്തെ മെയിൻ ഡോക്ടറുണ്ട്. ഇന്നലെ ലീവായിരുന്നു. അപ്പോൾ ഇന്ന് മൂപ്പരുണ്ടാവും വിചാരിക്കുക. ഇന്നലെ തേച്ചതിൻ്റെ പൊടി ഇന്നലെ രാത്രി ഫുള്ള് കെട്ടിയിട്ടതാണ്. അപ്പം ഇന്ന് മൂപ്പരുണ്ടാവും എന്ന് വിചാരിക്കുക. ഇതിനെന്തെങ്കിലും ഒരു മറുമരുന്ന് ഉണ്ടാക്കി തരണം. കാരണം എന്താ വെച്ചാൽ വിഷു ആണ് വരുന്നത്. ഒരുപാട് ഫോട്ടോസ് ഉണ്ട് കൊടുക്കാനും. വിഷുവിന് കണി വെക്കാൻ വേണ്ടിയിട്ട് എത്രയോ ആൾക്കാർ ഫോട്ടോസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവമാണ് മുടങ്ങിയത്. ഇനിയിപ്പോൾ താഴെ വന്ന് കമൻ്റ് ഇട്ടോളൂ. ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് എൻ്റെ കൈ ഇങ്ങനെയാക്കിയത് എന്ന്. ഞാൻ വേറൊരു കാര്യമോട് പറയട്ടെ. എനിക്കിപ്പോൾ വരയ്ക്കാൻ പറ്റാത്ത സമയമാണ്, പീരീഡ്സിൻ്റെ സമയം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെനിക്കൊരു വിഷയമല്ലല്ലോ. ഇനി അത് വിചാരിച്ചിട്ട് ഞാൻ പീരീഡ്സിൻ്റെ സമയത്തൊന്നും വരയ്ക്കാറില്ല കേട്ടോ. ഉള്ളത് പറയുന്നതിന് എന്താ, പീരീഡ്സ് എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും വരുത്തൊരു സംഭവമാണ്. അപ്പോൾ ഇനിയിപ്പോൾ പീരീഡ്സിൻ്റെ കാര്യം പറഞ്ഞു എന്ന് പറയണ്ടെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അത് കഴിയുമ്പോഴേക്കെൻ്റെ കൈ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതാണ് സംഭവം. ഇപ്പം പുതിയ അപ്ഡേഷൻ ഇതാണ്. ഗുസ്തിക്ക് പോകുന്ന പോലെ മറ്റേ ഒരു ഇതുണ്ടല്ലോ, അതിൻ്റെ പേരെനിക്കറിയില്ല, ആ സംഭവം ഇട്ടോ അതിൻ്റെ മാതിരിയുണ്ട്. അങ്ങനെയാണ് സംഭവം. തടിച്ചാൽ ഞാൻ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് എൻ്റെ കൈ കാണിച്ചു തന്നു. അല്ലാതെ തന്നെ ഞാൻ തടിച്ച് കിട്ടോ. ഇന്ന് മൈഗ്രൻ്റെ ഡോക്ടറെ അടുത്ത് പോവുകയാണ്. ഡോക്ടറോട് ചോദിക്കണം, വല്ല സ്റ്റീറോയിഡ് അടങ്ങിയിരിക്കുന്ന ഗുളിക അങ്ങനെ എനിക്ക് തരുന്നുണ്ടോ ഡോക്ടർ എന്നൊന്ന് ചോദിച്ച് നോക്കണം. ഇല്ലെങ്കിൽ ഞാൻ തിന്നിട്ട് തന്നെയാണ്. ഗുളിക നമുക്ക് തടി വരുത്തൂല്ലെങ്കിൽ അല്ലെങ്കിലും ആ ഗുളിക കുടിക്കുന്ന സമയത്ത്, ആ ഗുളിക എഴുതി തന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ചിലർക്ക് ഭയങ്കര വിശപ്പായിരിക്കും. അത് ആണുങ്ങളിൽ കണ്ടുവരുന്നൊരു സംഭവമാണ് ഭയങ്കര വിശപ്പ് എന്നുള്ളത്. സ്ത്രീകളിൽ അങ്ങനെ കാണാറില്ല എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഉറക്കത്ത് സംസാരിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ മക്കളൊക്കെ ഇവിടെ തന്നെ കളിയാക്കലുണ്ട്, ഉറക്കത്ത് സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. ഞങ്ങളെല്ലാവരും നിരത്തിപ്പായിട്ട് കിടക്കില്ല. അപ്പോൾ മോനും മോളൊക്കെ കളിയാക്കും ഞാൻ ഉറക്കത്ത് സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ട് എന്നല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അതാണ് ഗായ്സ്. ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കോപ്പിറൈറ്റ് കിട്ടിക്കോളെ, എന്നെ തന്നു നോക്കിക്കാളട്ടെ. ഓക്കെ, ടാറ്റാ.